ഹലോ, എല്ലാവർക്കും സുഖമാണ്. കുറേ ആയി വീഡിയോ ആക്കാത്ത. വീഡിയോ ഫോണിന് സ്റ്റക്കായിട്ട് വീഡിയോസ് എടുത്തിന്, പക്ഷെ ഒന്നും ഹാങ് ആയിട്ട് വീഡിയോസ് എല്ലാം പോയി. അതുകൊണ്ട് ഫോണ് ശരി ഉണ്ടായിട്ടാ. ഇപ്പം ശരിയായി. മോളെ ഫോണിലാണ് എടുക്കുന്നത്. എൻ്റെ ഫോണിലൊന്നും എടുക്കാൻ പറ്റില്ല. കുറേ നാളായി എടുക്കാത്ത. ഇപ്പം ശരി. പിന്നെ നമുക്കൊരു അയില കറി ഉണ്ടാക്കാം, നാടനായിട്ട്. നാടൻ അയിലക്കറി. 2 അയിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. കറി ആയതുകൊണ്ട് 2 അയില എടുത്തത്. പിന്നെ കുറച്ച് തേങ്ങ, ഒരു 5 മുളക്, ഉള്ളി എല്ലാം കുറച്ചേ വേണ്ടു. നാടൻ നമ്മൾ പണ്ടെല്ലാം ഉണ്ടാക്കുന്നത് പെട്ടെന്ന് അരച്ചിട്ടെല്ലാം കൂടി ഒന്നിച്ച്. പിന്നെ 2 വെളുത്തുള്ളി, ഉലുവ, ജീരകം, ഇതെല്ലാം മിക്സിയിൽ അരക്കേണ്ടത്. പിന്നെ ഇന്ന് മാങ്ങ ഇട്ടിട്ടാക്കാന്ന് വിചാരിച്ചു. ഒരു കഷ്ണം മാങ്ങ ഉണ്ടായി. ഒരു മാങ്ങേൻ്റെ ചെറിയൊരു കഷ്ണം ഒരു ഭാഗത്ത്, ഒരു തക്കാളി. മാങ്ങ ഇട്ടതുകൊണ്ട് മാങ്ങ പുളി കുറവാണ്. അതുകൊണ്ട് ഞാനൊരു തക്കാളി ഇട്ട്. അധികം പുളിയാകുമ്പം മീൻകറി വാങ്ങില്ല. പിന്നെ പച്ചമുളക്, ഇഞ്ചി. ഇത് നമുക്ക് മിക്സിയിൽ അരക്കാം. തേങ്ങയും ഉലുവ, ജീരകം. ഞാൻ മല്ലി ഇടില്ല മീൻകറിക്ക്. മല്ലി ഉപയോഗിക്കില്ല. നിങ്ങൾ മല്ലി അന്നിഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലി ഉപയോഗിച്ചോ. ഞാൻ മീൻകറിക്ക് ഇടില്ല മല്ലി. അപ്പോൾ നമുക്ക് ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചിട്ടെടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്നിച്ചിട്ട് അടുപ്പത്ത് വെക്കലാണ്. ഒന്നും പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. നമ്മൾ പണ്ട് അങ്ങനെയല്ല, എല്ലാം കൂടി ഒന്ന് കല്ലിലരച്ചിട്ട് മീൻ അരവ് തിളക്കുമ്പോൾ മീനൂട്ടു അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് മീനും എല്ലാം ഒന്നിച്ചിടാം. എന്നിട്ട് മീൻ കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സി എടുത്തിട്ട് നമുക്ക് ഈ തേങ്ങയും മുളകും ഇതെല്ലാം മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അയില നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങ, ഉള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്ത് അരവ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കാം. വെള്ളമെല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ മാങ്ങയും ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, പിന്നെ അയില വേണം കൂടുതൽ ചേർക്കാം. ഞാൻ 2 എണ്ണ ഉപയോഗിച്ചിട്ടു. അരവിട്ട് കൊടുക്കാം. മിക്സിയിൽ അരച്ചിട്ട് എടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് എല്ലാം മാങ്ങയെല്ലാം വേകും. നേരത്തെ ഒന്നും ഇടണ്ട. കുറച്ച് നേരം ചെറിയ തീയിൽ നമുക്ക് അടുപ്പത്ത് വെക്കാം. മതിയാവും. നമുക്ക് കയ്യിലോണ്ടൊന്ന് എല്ലാം കൂടി ജോയിൻ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിന് ഉപ്പും കൂടി നോക്കിയിട്ട് വെള്ളം നോക്കട്ടെ. കുറച്ചും കൂടി വേണമെങ്കിൽ വെള്ളം കൂട്ടാം. നമുക്ക് വേണ്ട, ഇത്ര മതി. ഇനി ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇപ്പോൾ ഉപ്പുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് തിളക്കട്ടെ. നമുക്ക് അടച്ചു നോക്കാം. തിളക്കുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വാങ്ങിയിട്ട് മീൻകറി നല്ല വാങ്ങി തിളച്ചിട്ടുണ്ട്. അടിയില്ലേ. ഇനി നമുക്ക് ചെറിയ തിരിയാക്കാം. ചെറിയ തിരിയാക്കിയിട്ട് നല്ല വാങ്ങൽ
അങ്ങനെ തിളക്കട്ട് വേവിട്ട് നന്നായിട്ട്. ഇനി ചെറിയ തീയിൽ കുറച്ച് സമയം ഇങ്ങനെ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. കയ്യിലിട്ടിട്ട് അധികം ഇങ്ങനെ ഇളക്കണ്ട. മാങ്ങയും ഇതെല്ലാം അറിയില്ലേ. ഇനി ഉപ്പുണ്ടോ നോക്കാം നമുക്കൊന്നുകൂടി. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ഇട്ടോ കേട്ടോ. ഞാൻ ഉപ്പ് ഇരുവെള്ളം പുറത്തുനിന്നുകൊണ്ടാണ് മുളകെല്ലാം ഇട്ടിട്ട്. മാങ്ങ അങ്ങനെ വേവേണ്ട പുളിയില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പുളി ചേർക്കാം. ഞാൻ പൊതുപ്പിന് പുളി ആവശ്യമുണ്ടെങ്കിൽ മാങ്ങേൻ്റെ പുളി മോക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് ഉപ്പിടാം. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഒന്ന് മാങ്ങയും മീനും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വേവിട്ട്. ഓക്കെ, മീൻകറി ഇതാ നന്നായിട്ട് തിളച്ചു. നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. വട്ടത്തിൽ കയ്യിലിടണ്ട, മീനായതുകൊണ്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മാങ്ങേൻ്റെ പുളിയെല്ലാം ഇളകിയോ എന്നൊന്ന് നോക്കാം. പുളി കൂടുതലില്ല. കൂടുതൽ വേണ്ടവർക്ക് മാങ്ങ ഇടുമ്പോൾ കുറച്ചും കൂടി ഇടാം. ഞാൻ പിന്നെ ഇവിടെ കൂടുതൽ പുളി വേണ്ടാത്തതുകൊണ്ടാണ് ചെറിയ കഷ്ണം വാങ്ങിയിട്ടാണ്. ഞാനിട്ട മാങ്ങക്ക് അധികം പുളി ഇല്ല. അപ്പോൾ നമുക്കിനി ഒന്നും പണിയില്ല. ഇനിയിപ്പം കരിവേപ്പിലിടാം. പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് കരിയാമ്പിലയും വെളിച്ചെണ്ണയും ഇട്ടിച്ചിട്ട് ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ പണി. പെട്ടെന്നായില്ലേ, പെട്ടെന്നാവുന്ന മീൻ കറിയല്ലേ ഇത്. നമുക്ക് കരിയാമ്പിലിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വേണ്ട, ഇത് ഞാൻ വറവ് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. കപ്പക്ക വറവ്, അതിന് വേണ്ടിയിട്ടില്ല. കരിയാമ്പിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അടിപൊളി മീൻ കറി തയ്യാറാവും. ഇത് നല്ല കട്ടിയാവും കേട്ടോ. തണിയുമ്പോൾ മീൻ കറി തണിയുമ്പോൾ തന്നെയല്ല, ഇരിക്കുമ്പോൾ തന്നെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മൾ പണ്ടെല്ലാം ഇങ്ങനെ ഉണ്ടാക്കല്, പെട്ടെന്നെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒരു മീൻ കറി ഉണ്ടാക്കും. ഇതാ സൂപ്പറായിട്ട് മീൻ കറി ആയില്ലേ. ഇതാ, ഇനി നമുക്കത് ഒന്ന് അടിച്ചു വെച്ച് ഓഫാക്കാം. നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്നാലും ഒന്നും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക്. ഇത് മുമ്പേ ഉണ്ടാക്കുന്നതല്ലേ, ഇപ്പോൾ അല്ലേ എണ്ണയൊക്കെ വഴറ്റിയിട്ട് ആക്കുന്നത്. മുമ്പേ ഇങ്ങനെ തന്നെ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് പെട്ടെന്നായി. ഇപ്പോൾ പെട്ടെന്നായില്ലേ, 10 മിനിറ്റിനുള്ളിൽ മീൻ കറിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബായ്.